ഞാൻ എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും തിരക്കുള്ള രാഷ്ട്രീയക്കാരാവുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി വീട്ടിലെ കാര്യങ്ങൾ ഞാൻ കുറച്ചധികം ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. നിശ്ചയമായും നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും പ്രധാനം. ശ്രീ കെ ടി ജലീൽ, ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇടതുപക്ഷം ഏറ്റവും ദുർബലപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിലവിൽ. കേരളത്തിൽ ആകെ തകർച്ച നേരിട്ടൊരു കാലമാണ്. ഇടതു സഹയാത്രികൻ എന്ന പദവി തന്നെ പോരായിരുന്നോ? എന്തുകൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ CPM-കാരനാകണം എന്നൊരു തീരുമാനത്തിൽ അങ്ങ് എത്താനുള്ള കാരണം? കഴിഞ്ഞ 20 വർഷമായി CPIM-ന്റെ സഹയാത്രികനായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. സഹയാത്രികൻ എന്നുള്ള നിലയിൽ 101% പാർട്ടി എന്നിൽ വിശ്വാസമർപ്പിച്ചു. 2 പ്രാവശ്യം പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നയിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ ജാഥയിൽ എന്നെ അംഗമാക്കി. 1 പ്രാവശ്യം MV ഗോവിന്ദൻ മാസ്റ്റർ സെക്രട്ടറി ആയതിനു ശേഷം നടന്ന ജാഥയിലും എനിക്ക് അംഗത്വം നൽകി. അങ്ങനെ പാർട്ടി ഒരു സഹയാത്രികനിൽ അർപ്പിക്കാത്ത വിശ്വാസം എന്നിൽ അർപ്പിച്ചു. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. പാർട്ടി ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ബംഗാളിൽ 1 അസംബ്ലി സീറ്റ് മാത്രമാണുള്ളത്. പക്ഷേ ബംഗാളിൽ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് പാർട്ടി. അതുപോലെ തന്നെ ത്രിപുരയിലും CPIM ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള നേർചിത്രം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ത്രിപുര കത്തി അമർന്നുകൊണ്ടിരിക്കുന്നു, സംഘർഷഭരിതമാണ്. കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. മമതാ ബാനർജി 3 ടേം ഭരിച്ചു. ഇപ്പോൾ അവർ പരാജയപ്പെട്ടു. അവരുടെ പാർട്ടി പിരിച്ചുവിടുന്ന സാഹചര്യം വരെ ഉണ്ടായി. പാർട്ടിയിലെ മഹാഭൂരിപക്ഷം വരുന്ന MLA-മാർ മറ്റൊരു പാർട്ടിക്ക് രൂപം നൽകി വിമത നീക്കവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളുടെ തിരിച്ചറിവ് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ഇടതുപക്ഷം തകർന്നാൽ താൽക്കാലികമായിട്ട് ഒരുപക്ഷെ മറ്റാരെങ്കിലും അധികാരത്തിൽ വന്നേക്കാം, മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിൽ വന്നതുപോലെ. എന്നാൽ 2-3 ടേമുകൾ കഴിയുമ്പോൾ, 10-15 വർഷങ്ങൾ കഴിയുമ്പോൾ ആ സ്ഥാനം BJP പിടിച്ചടക്കും. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. അത് കേരളത്തിലും സംഭവിക്കരുത് എന്നുള്ള നിർബന്ധം ഉള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്യേണ്ടത് CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. മതവിശ്വാസികൾക്കിടയിൽ, വിശിഷ്യ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു തെറ്റായ ധാരണ മുമ്പ് മുതൽക്കേ പരത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു വിശ്വാസിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരുമിച്ച് പോകാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഒരു വിശ്വാസിയോ ഒരു വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റുകാരനോ ആകാൻ സാധിക്കില്ല എന്ന ഒരു അബദ്ധജടിലമായിട്ടുള്ള ധാരണ കേരളത്തിൽ മതവിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് അകറ്റണം. ഏത് മതവിശ്വാസവും പുലർത്തി ജീവിക്കണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സാഹചര്യം ഇവിടെ വേണം. നിശ്ചയമായും ശ്രീ കെ ടി ജലീൽ, ഇത്തവണ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അധികം തിരിച്ചടിയുണ്ടായ ജില്ലകളിൽ ഒന്നാണ് മലപ്പുറം. ഇപ്പം തദ്ദേശത്തിന് പിന്നാലെ നിയമസഭയിലും തൂത്തുവാരുന്ന വിജയമായിരുന്നു UDF-ന്. മാർജിനിലൊക്കെ 50-ഉം 80-ഉം ഒക്കെ കടന്നു പോകുന്ന സ്ഥിതി വരെ ഉണ്ടായി. അതായത് മുസ്ലിം വിഭാഗം വലിയ തോതിൽ ഇടതുപക്ഷത്തിൻ്റെ വിരുദ്ധ ചേരിയിലേക്ക് പോയെന്ന് പറയാം. അപ്പം ഈ വോട്ടുകളൊക്കെ തിരികെ എത്തിക്കാൻ അങ്ങേക്കൊണ്ട് സാധിക്കുമോ? മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകുമെന്ന പ്രചാരണം വന്നപ്പോഴാണ് എന്നാ പിന്നെ CPM മെമ്പറായിട്ട് തന്നെ കാര്യം. അങ്ങനെയാണോ നിലവിലത്തെ ഒരു രീതി അല്ലെങ്കിൽ പോക്കൊക്കെ? വലിയ തെറ്റിദ്ധാരണ കൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും ഭൂരിഭാഗം ആളുകളും UDF-നെ അനുകൂലിക്കുന്ന സ്ഥിതി ഉണ്ടായത്. മലപ്പുറം ജില്ലയിൽ ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിന് കിട്ടിയില്ല. ആ ഒരു സീറ്റ് പോലും കിട്ടാതിരിക്കാനുണ്ടായ കാരണം അത്ര കണ്ടായിരുന്നു കള്ളപ്രചാര വേലകൾ. തങ്ങൾക്ക് കഴിയും വിധം ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ആ ശ്രമം വിജയിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. ആളുകൾ മതാടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാത്ത ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയിൽ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോം വിപുലപ്പെട്ടു വരികയാണ്. ഏത് മതവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും അതിലെ ന്യായാന്യായങ്ങൾ നോക്കി ഇടപെടാൻ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ ബംഗാളിൽ വലിയ തോതിലാണ് ന്യൂനപക്ഷ വേട്ട
ബംഗ്ലാദേശ് പൗരന്മാരെന്ന് മുദ്രകുത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ബലിപെരുന്നാളിന് ബലിയെറുക്കാൻ പാടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടും വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നു. അങ്ങനെ അവസാനം അവിടുത്തെ മുസ്ലിം സംഘടനകൾ പശുവിനെ ബലിയെറുക്കില്ല, ബീഫിനെ ബലിയെറുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് നിരവധി പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകളുടെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ട് കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഒന്നും മിണ്ടുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് പോലും തോൽവിയിൽ പകച്ചു നിൽക്കുകയാണ്. അവരുടെ പാർട്ടി തന്നെ ഛിന്ന ഭിന്നമാകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഒരു MLA മാത്രം ഉണ്ടായിരുന്നിട്ടും ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഈ വേട്ടക്ക് വിരുദ്ധമായി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് CPIM-ഉം ഇടതുപക്ഷ കക്ഷികളുമാണ്. ആ പാർട്ടികളിലെ മറ്റു മതസമുദായങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അണിനിരന്നിരിക്കുന്നത്. ഇങ്ങനെ ഓരോ മതജാതി വിഭാഗങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർവ്വമതസ്ഥരെയും ജാതി വിഭാഗക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെടുത്താൻ ഇടതുപക്ഷ പാർട്ടികൾക്ക്, വിശിഷ്യ CPIM-നെ സാധിക്കൂ എന്നുള്ളത് നമ്മളുടെ രാജ്യത്ത് നടന്ന പല സമര പരിപാടികളും വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്ലാറ്റ്ഫോം തന്നെ തെരഞ്ഞെടുത്തത്. ഓക്കെ, വ്യക്തമാണ് ശ്രീ കെ ടി ജലീൽ. ഞാൻ ഫാത്തിമക്കുട്ടി ടീച്ചറിനോട് ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം 3 പതിറ്റാണ്ട് നീളുന്ന അധ്യാപന ജീവിതം കഴിഞ്ഞു, ഒന്ന് വിശ്രമിക്കാം എന്ന ആളുകളൊക്കെ കരുതുന്ന ഒരു സമയത്താണ് അങ്ങ് രാഷ്ട്രീയ ജീവിതത്തിൽ സജീവമാകാൻ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? വിശ്രമ ജീവിതം എന്നുള്ള ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കാര്യം ഞാൻ കഴിഞ്ഞ 10 വർഷവും 1 മാസവും വലിയ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്താണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ കൂടുതൽ ആൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് ഒരിക്കൽ പോലും ഒരു വിശ്രമിക്കാനുള്ളൊരു അവസരം എൻ്റെ ഈ ജോലി കാലത്ത് ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് വന്നിട്ട് എനിക്കത് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിരമിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഏതെങ്കിലും സന്നദ്ധ സേവന സംഘടനകളുടെ കൂടെ ചേർന്നിട്ട് ആ രീതിയിൽ പ്രവർത്തിക്കാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കുകയായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ചാരിറ്റി സംഘടനയോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തമായിട്ടുള്ളത് ദുർബലമായി പോയേക്കാവുന്ന ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ എനിക്ക് കുറേ അധികം ഒന്നും പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ടീച്ചർ, ഇപ്പം ഈ അധ്യാപന സമയത്ത് ടീച്ചർ ഏതെങ്കിലും സംഘടനകളുടെ ഭാഗമായിരുന്നോ? എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ സംഘടനകൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന്. വലിയ തിരക്കുള്ള ഒരു പൊസിഷനാണ് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന തസ്തിക. അതുകൊണ്ട് തന്നെ ഞാൻ സംഘടനയിൽ അംഗമായിട്ടുണ്ടായിരുന്നു, അവരോടൊപ്പം നിന്നിരുന്നു, അല്ലാതെ സജീവമായിട്ട് പ്രവർത്തനത്തിന് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീ കെ ടി ജലീൽ, ഇപ്പോൾ ഞാൻ ഈ നിലവിലെ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം ഈ വന്ദേ മാതരം അത് സത്യപ്രതിജ്ഞയിൽ മുഴുവൻ ആലപിച്ചു. BJP ബന്ധമുള്ള VC MG സർവകലാശാലയിൽ വരുന്നു. PMശ്രീ ഉപയോഗിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളിൽ ഇടപെടുന്നു. ഭാരതാംബ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ അതായത് ഇനിയുള്ള നാളുകൾ മതേതര ചേരിയിലുള്ളവർ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലമെന്നാണോ നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഇന്ത്യയുടെ, നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ വന്ദേമാതരം മുഴുവനായിട്ട് ചൊല്ലുന്നത്. അത് കഴിഞ്ഞ് വന്ദേമാതരത്തിൽ ചൊല്ലാമെന്ന് പറഞ്ഞ 2 സ്റ്റാൻസകൾ MLA-മാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് നിയമസഭ കൂടിയപ്പോൾ ചൊല്ലുകയുണ്ടായി. അതല്ലെങ്കിൽ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സഭ കൂടിയപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊന്നും ഒരു തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഔദ്യോഗികമായിട്ട് പാടാമെന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ പറഞ്ഞിട്ടുള്ള 2 സ്റ്റാൻസുകൾ അത് പാടാം. പക്ഷേ അതല്ല മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലുണ്ടായത്. വിവാദമായിട്ടുള്ള എല്ലാ ലൈനുകളും പാടി. അത് രാജ്ഭവൻ അല്ലെങ്കിൽ ലോക് ഭവൻ
കരുതിക്കുട്ടി ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രതിഷേധം അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും മന്ത്രിസഭാ യോഗം കൂടി മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ മുമ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗവർണർ എന്തൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്തുവോ അതിനോടെല്ലാമുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കാൻ എന്തുകൊണ്ടാണ് UDF തയ്യാറാകാതിരുന്നത്, മുഖ്യമന്ത്രി തയ്യാറാകാതിരുന്നത്, മുഖ്യമന്ത്രിയുടെ വലത്തും ഇടത്തും നിന്നിരുന്ന ആളുകൾ തയ്യാറാകാതിരുന്നത്? അപ്പൊ കൂടുതൽ BJP വിചാരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ അടുപ്പിക്കുക എന്നുള്ളതാണ് UDF ഗവൺമെന്റിനെ വെച്ചുകൊണ്ട് ഗവർണർ പയറ്റാൻ ഉദ്ദേശിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. എല്ലാ സർവകലാശാലയുടെയും തലപ്പത്ത് ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർ RSSകാരായിട്ടുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കും. RSSകാരായിട്ടുള്ള മറ്റു സ്ഥാനങ്ങളിൽ ആളുകളെ നിയമിക്കും. ഇതൊക്കെ നമ്മളുടെ സംസ്ഥാനം കാണാൻ വേണ്ടി പോവുകയാണ്. ഗവർണറോട് സംഘർഷത്തിന് പോകാതെ ഒരിക്കലും തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ലിനെതിരായി ശക്തമായി സഭയിൽ സംസാരിച്ചവരും അതിനെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്തവരുമാണ് ഇന്നത്തെ UDFകാർ. അന്നത് UDFിൻ്റെ കൂടി അനുവാദത്തോടെ പാസ്സായിരുന്നു എങ്കിൽ അവർക്കത് പറയാമായിരുന്നു. ഈ ചാൻസലർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ ഭരണപക്ഷമായിരുന്ന ഇടതുപക്ഷം ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർമാരെ മാറ്റിക്കൊണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് വൈസ് ചാൻസലർമാരുൾപ്പെടെയുള്ളവരെ നിയമിക്കുവാനുള്ള തന്ത്രം പരാജയപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചത് എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ അവർക്ക് പറയാൻ സാധ്യമാകാതെ പോയത് അവരന്ന് അതിനെ ശക്തമായി എതിർത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് കാണാം, നമ്മളുടെ സർവകലാശാലകൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ RSSകാരാൽ കുത്തി നിറക്കപ്പെടുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാകും. UDF അതിനൊന്നും ചോദ്യം ചെയ്യില്ല. UDFന് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ തന്നെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിക്കാലം എത്രയും സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ്. ഈ പ്രാവശ്യം അത് ദൈവത്തിൻ്റെ നാമത്തിലായി, നല്ലത് തന്നെ. കാരണം അള്ളാഹു എന്ന് പറയുന്ന വാക്കിൻ്റെ മലയാളത്തിലുള്ള അർത്ഥമാണ് ദൈവം എന്നുള്ളത്. പക്ഷെ അത് അവർക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നത്? 2006 20 കൊല്ലം മുമ്പ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്ക് വളരെ വലിയ ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നു മുസ്ലിം ലീഗിൽ നിന്ന്. ലീഗുകാരെല്ലാം അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ജലീല് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവത്തിൻ്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2021 തെരഞ്ഞെടുപ്പിന് ശേഷം MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും ഇതേ സംഭവം ആവർത്തിക്കപ്പെട്ടു. എന്നാൽ അതേ മുസ്ലിം ലീഗ് 2026 അള്ളാഹു എന്ന് പറയുന്ന അറബി വാക്കിനെ വിട്ട് അതിൻ്റെ മലയാള വാക്കായിട്ടുള്ള ദൈവത്തിലേക്ക് വന്നു. ഇതുവരെ എല്ലാ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരും 2011 ഉൾപ്പെടെ തൊപ്പി വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം അവർ തൊപ്പിയെ വെച്ചില്ല. ഇതൊക്കെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? സ്വത്വബോധം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ നാട്ടിൽ നിലനിൽക്കുന്നത്. ആ സ്വത്വബോധത്തിന്റെ അടിസ്ഥാനമായി കരുതുന്ന കാര്യങ്ങളിൽ എങ്ങനെയാണ് ലീഗിന് വിട്ടുവീഴ്ച ചെയ്യാൻ ശ്രീ പറ്റുന്നത്? KT ജലീൽ, ഇതിന്റെ തുടർച്ചയായിട്ടൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പം BJP സർവ്വമേഖലയിലും കൈപ്പിടിയിൽ ഒതുക്കുന്ന ഈ ഒരു കാലത്ത് ദുർബലമായ ഇടതുപക്ഷത്തിന് എന്ത് പ്രസക്തി എന്ന് ചോദിച്ചാൽ എന്താകും അങ്ങയുടെ മറുപടി? ഇടതുപക്ഷം രാഷ്ട്രീയമായി മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും വേരോട്ടമുള്ള പാർട്ടിയാണ് ഇപ്പോഴും ഇടതുപക്ഷം. 35 സീറ്റുകളേ ഉള്ളൂ എന്നുള്ളത് സാങ്കേതികമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ വോട്ടിൻ്റെ കാര്യത്തിൽ നല്ല അടിത്തറ ഇടതുപക്ഷത്തിനുണ്ട്. ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ പറ്റും. കാരണം RSSനും BJPക്കും എതിരായി ഇഞ്ചോടിഞ്ച് പൊരുതാൻ, അവരോട് ശക്തമായി പോരാടി നിൽക്കാൻ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയും കൂടി വേണം. അതുള്ളത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണ്.
ശരി, വ്യക്തമാണ്. ശ്രീ കെ ടി ജലീൽ, ഫാത്തിമക്കുട്ടി ടീച്ചർ, ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ രണ്ടുപേരെ ഫ്രീ ആക്കാം. ഇപ്പം ഈ ചോദിക്കാൻ വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എഴുത്തും യാത്രയൊക്കെ ആയിട്ട് പൊതുരംഗത്ത് നിന്നും മാറാൻ തീരുമാനിച്ചിരുന്നല്ലോ. ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടായതുകൊണ്ടാണോ വീണ്ടും സജീവമാകാൻ തീരുമാനിച്ചത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ വിശ്രമിക്കേണ്ട സമയമല്ല ഇപ്പോൾ, നമ്മൾ സജീവമായി പ്രവർത്തിക്കേണ്ട സമയമാണ്. നമുക്ക് യാത്രയും എഴുത്തും ഒക്കെ തന്നെ ഒരേ സമയം നടത്താൻ വേണ്ടി പറ്റും. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ നിർജീവമായാൽ അതിൻ്റെ നേട്ടം മുഴുവൻ ലഭിക്കാൻ വേണ്ടി പോകുന്നത് വർഗീയ ശക്തികൾക്കാണ്. അപ്പോൾ വർഗീയ ശക്തികൾക്ക് കളം മുഴുവൻ ഒഴിച്ചിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഒളിച്ചോടണോ എന്നതാണ് പ്രശ്നം. ഒളിച്ചോടേണ്ട എന്ന തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. ഓക്കെ, നിലപാട് വ്യക്തമാണ്. അപ്പം ശ്രീ കെ ടി ജലീൽ ആൻഡ് ഫാത്തിമക്കുട്ടി ടീച്ചർ, രണ്ടുപേർക്കും ഒരുപാട് താങ്ക്സ് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അപ്പോൾ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശ്രീ കെ ടി ജലീലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി ഫാത്തിമക്കുട്ടി ടീച്ചറുമാണ് നമുക്കൊപ്പം ഇത്ര നേരം സംസാരിച്ചത്. ഒരു